എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സ്വകാര്യ ബസ്സുകളിൽ സ്പീഡ് ഗവർണർ നിർബന്ധമാക്കുന്നു. അപ്പൊ ഇത്രയും കാലം ഇത് നിർബന്ധമില്ലേനോ? ശരി സൂറാവി, ഈ സൈത്താൻ അതോടെ പോയി കിടക്കാണ്. എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഒരു കാലി ചായ കിട്ടണമെങ്കിൽ നീ നമ്മൾ മയ്യത്താണോ? ഈറ്റാലത്തെ ഒരു ഹംക്കിനെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചായ എടുത്ത അണ്ണാക്കിലോട്ട് ഒയ്ക്ക്. എത്ര നേരമായി സൈത്താനെ എന്നോട് ചാക്ക് ചോദിച്ചിട്ട്? ഈ പൊരയിലേ മുഴുവൻ പണിയും നമ്മൾ ഒറ്റക്കല്ലേ ചെയ്യണത്. എന്നാ പിന്നെ നമ്മൾ ഒന്നുകൂടി കേട്ടാ അപ്പൊ എനിക്ക് സഹായത്തിന് ഒരാളായില്ലേ? എന്തേ? ഓ, മൂപ്പരൊരു പൂതി കണ്ടില്ലേ? അതല്ല നമ്മൾ പറഞ്ഞത്. ഇത്രയും പണിയൊക്കെ എടുക്കണതല്ലേ, ഇങ്ങക്ക് നമ്മളെ സ്നേഹത്തോടൊന്ന് വിളിച്ചാലെന്താ? ഇത് ബാ തുറന്നാ ചെറുത്താനെ നല്ലോണ്ട് വിളിക്കൂല. സങ്കടമുണ്ട് ഗഫൂർക്ക, സങ്കടമുണ്ട്. ഓ, ഒരു സങ്കടമുണ്ട്. അത് പറഞ്ഞപ്പാണ് ഓർത്ത്. ഈ എന്റെ ഡബിൾ മുണ്ട് തേച്ചോ? ഒരു കല്യാണത്തിന് പോകാനുള്ളതാണ്. തേച്ചക്കണ്. നിങ്ങക്കറിയോ ഇന്റെ പാപ്പ ഇത്രയും വയസ്സായിട്ടും സ്നേഹത്തോടെ എന്റെ ഉമ്മാൻ എന്തൊക്കെയാ വിളിക്കലെന്ന്? തങ്കക്കുടമേ, ചക്കരേ, മുത്തേ എന്നൊക്കെയാണ്. ഓ, നിങ്ങൾ അങ്ങനെ കിനിക്കണ്ട, നമ്മളൊരു കാര്യം പറഞ്ഞതാ. എന്റെ വാപ്പ ഉമ്മാനെ എന്ത് വിളിക്കുന്നതാണ് ഈ പറഞ്ഞത്? ചക്കരേ, മുത്തേ എന്നൊക്കെയാണ്. എന്താ സംശയം ഉണ്ടോ? ഉണ്ട്. എന്നാ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാലോ. എന്നാലതൊന്നും അറിയണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഗഫൂറാണ്. അലൈക്കും അസ്സലാം. അല്ല വിയാപ്പോളെ, ഒരു വിവരവും ഇല്ലല്ലോ. വിവരമില്ലാത്ത നിങ്ങളെ മോക്കാണ്. നമ്മളൊരു വിവരം അറിയാൻ വിളിച്ചാണ്. സൂറാവി പറയണത് നിങ്ങളവളെ ഉമ്മാനെ ചക്കരേ, മുത്തേ എന്നൊക്കെയാണ് വിളിക്കണെന്നാ. സ്നേഹം കൂടിയിട്ട് പേര് വരെ വിളിക്കില്ലാന്നാണ്. അതിന്റെ സത്യം ഒന്ന് അറിയണം. സത്യം അറിയാനൊന്നുമില്ല. ഒരു 10 കൊല്ലം മുമ്പ് നമുക്ക് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായത് ഓർമ്മണ്ടോ? അതിന് ശേഷം എനിക്ക് അവളെ പേരങ്ങോട്ട് മറന്നുപോയി. എങ്ങനെയാന്ന് സ്വന്തം കെട്ടിയോളോട് പേര് ചോദിക്കാന്ന് കരുതി പേടിച്ചിട്ടാണ് ഇങ്ങനെ ചക്കരേ, മുത്തേന്നൊക്കെ വിളിക്കണത്. എന്റെ പൊന്നു പിയാ.